ഒടുവിൽ ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അവസാനിച്ചു. ആ 100 വയസ്സുകാരൻ പ്രവേശന കൂദാശകൾ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ സ്ഥിരീകരിക്കപ്പെടുകയും ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ സ്വന്തമാക്കുകയും ചെയ്തു. 100-ാം വയസ്സിലോ എന്ന് കേൾവിക്കാരിൽ ചോദ്യമുയരാം. എന്നാൽ ജോസ് ഫ്രാൻസിസ്കോ പറയും, അതെ, 100-ാം വയസ്സിൽ. പ്രായം ഒന്നിനും പ്രതിബന്ധമല്ല, പ്രത്യേകിച്ച് ഈശോയിലേക്ക് അടുക്കാൻ. അവിടുന്ന് എപ്പോഴും നമുക്കായി കാത്തിരിക്കുന്നു. വികാരങ്ങൾ നിറഞ്ഞൊഴുകിയ ഒരു മനുഷ്യന്റെ ആഴമായ വിശ്വാസത്തിന്റെ അല്പം കണ്ണീരിൽ കുതിർന്ന സാക്ഷ്യത്തിനാണ് പോർച്ചുഗലിലെ ഏഡോസ് ഫ്രാങ്കോസ് പള്ളി സാക്ഷ്യം വഹിച്ചത്. ഫാദർ ജോവോ ഡി ബ്രിട്ടോ ഈ ധന്യമുഹൂർത്തങ്ങൾക്ക് കാർമ്മികനായി. സ്വർഗവും സഭയും സന്തോഷിച്ച നിമിഷങ്ങൾ. വിശ്വാസം ജീവിക്കുന്നവർക്കും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും നാമമാത്ര ക്രിസ്ത്യാനിക്കും ഏവർക്കും പ്രതീക്ഷയും പ്രചോദനവും നൽകുന്ന ഒരു സാക്ഷ്യം. അതാണ് ഒരു 100 വയസ്സുകാരന്റെ ഈ സ്വപ്ന സാക്ഷാത്കാരം. പോർച്ചുഗലിൽ ജനിച്ച ഒരു നിത്യ കർഷകനായിരുന്നു ജോസ് ഫ്രാൻസിസ്കോ. 7 മക്കളുടെ പിതാവായ അദ്ദേഹം തന്റെ കാര്യത്തിൽ സംഭവിച്ച വീഴ്ച ഒരിക്കലും തന്റെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. തന്റെ 7 മക്കളും ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചു എന്നതിൽ അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. എന്നിരുന്നാലും ആ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിറ്റാണ്ടുകളായി നിശബ്ദമായി ഉറങ്ങിക്കിടന്നു. തിരക്കിട്ട ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ താൻ മറന്നുപോയ, തനിക്ക് ലഭിക്കാതെ പോയ ആ സ്ഥിരീകരണം. എന്നാൽ ഇന്ന് ആ വൃദ്ധന്റെ സ്വപ്നം പൂവണിഞ്ഞു. കാൽഡാസ് ഡെ റെഹായുടെ റോട്ടറി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്ററിന്റെയും അക്കാദമി ഓഫ് ഡ്രീംസിന്റെയും സഹായത്തോടെ ഈ സംരംഭത്തിന്റെ മുതിർന്നവർക്കായുള്ള ഒരു സെക്ഷനിൽ ജോസ് പങ്കെടുത്തു. ടീമുമായുള്ള ഒരു സംഭാഷണത്തിനിടെ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ ആഗ്രഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. തനിക്ക് സ്നാനമേൽക്കണം. ഫാദർ ജോവോ സോബ്രായുടെയും ഫാദർ ജോവോ ഡി ബ്രിട്ടോയുടെയും പിന്തുണയോടെ തന്റെ 100-ാം വയസ്സിൽ ജോസ് കൂദാശകളുടെ സ്ഥിരീകരണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പുരോഹിതൻ അദ്ദേഹത്തെ 2 തവണ നഴ്സിംഗ് ഹോമിൽ സന്ദർശിക്കുകയും വ്യക്തിപരമായി ഒരുക്കുകയും ചെയ്തു. ഒടുവിൽ നവംബർ 15-ന് ജോസ് ഫ്രാൻസിസ്കോ 3 കൂദാശകളും സ്വീകരിച്ചു. തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇതിൽ കൂടുതൽ കൗതുകമുണർത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. ജോസിന്റെ സ്നാനത്തിൽ ഉപയോഗിച്ച തുവാല അദ്ദേഹത്തിന്റെ ഭാര്യ കൈകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അവരുടെ കുട്ടികളുടെ സ്നാനത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ തുവാല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.